أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. بسم الله. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اتقوا الله عباد الله أوصيكم وإياي بتقوى الله. സൂറത്തു الشمس മക്കിയത്ത്, മക്കയിൽ അവതരിച്ച സൂറത്താണ് സൂറത്തു الشمس. ഭൂരിഭാഗം ആളുകൾക്കും ഹിഫ്ളുള്ള ഒരു സൂറത്തായിരിക്കും ഇത്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്ന് ഓതിയിട്ട് ഇതിന്റെ ചെറിയൊരു വിവരണത്തിലേക്ക് പ്രവേശിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها ونفس وما سواها فألهمها فجورها وتقواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها وقد خاب من دساها أعوذ بالله من الشيطان الرجيم. റജീമായ ഷെയ്ത്താനെ തൊട്ട് അല്ലാഹുവിനോട് ഞാൻ കാവലി ചോദിക്കുന്നു. റജീം എന്ന് പറഞ്ഞാൽ അൽ മൽഊൻ അൽ മശ്തൂം, അല്ലാഹു തആല ചീത്ത പറഞ്ഞ് ആട്ടിയോടിക്കപ്പെട്ട ഷെയ്ത്താൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ആരാണ് റഹ്മാൻ? ആരാ റഹ്മാൻ? അല്ലാഹ്. റഹീം ആരാ? അല്ലാഹു തആല.
എന്നിട്ട് പിന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ് വശംസി വദുഹാഹ. വശംസി, ശംസിനെ തന്നെയാണ്. എന്താ ശംസ് പറഞ്ഞാൽ? സൂര്യൻ. ശംസിനെ, സൂര്യനെ തന്നെ സത്യം. ഇവിടെ വാ എന്ന് പറഞ്ഞാൽ അത് വാവുൽ ഖസമാണ്, സത്യം ചെയ്യാനുള്ള വാവാണ്. വാവുൽ ഖസം. വശംസി, സൂര്യനെ തന്നെ സത്യം. വദുഹാഹ, അതിന്റെ ശോഭയെ തന്നെയും അല്ലെങ്കിൽ പൂർവാഹന പ്രഭയും തന്നെയാണ് സത്യം. ഈ ആയത്തിൽ അല്ലാഹു തആല സൂര്യനെയും സൂര്യന്റെ പ്രഭയെയും വെച്ച് സത്യം ചെയ്യാം. അല്ലാഹു തആല സൂര്യനെ കൊണ്ട് സത്യം ചെയ്യുന്നു. സൂര്യൻ എന്ന് പറഞ്ഞാൽ അത് കിഴക്കുന്ന് ഉദിച്ച ശേഷം പിന്നീട് അത് ആകാശത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു വേളയുണ്ട്, ളുഹ. ആ സന്ദർഭത്തെ, സമയത്തെ കൊണ്ടും അല്ലാഹു സത്യം ചെയ്യാം. ഖൗലുഹു തആല വശംസി വദുഹാഹ ഫിൽ മുറാദി ബിദുഹാഹ സലാസത്തു അഖ്വാൽ എന്നിങ്ങനെ പറഞ്ഞിട്ട് അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതില് നമ്മൾ സൂറത്തുൽ ളുഹ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു എന്ത്? അന്നഹാറു കുല്ലുഹു, പകല് മുഴുവനും. അവ സൂര്യന്റെ പ്രഭ ഏതൊക്കെ സമയമുണ്ടോ ആ സമയമൊക്കെ അതിൽ പെടും. അതിലൊരു അഭിപ്രായം ഹർറുഹ എന്നാണ്, ഇമാം സുദ്ദി റഹ്മത്തുള്ളാഹി പറയാണ്. അതുപോലെ മുഖാത്തിൽ അതിന്റെ ചൂടുണ്ടല്ലോ, ചൂടോടുകൂടി സൂര്യന്റെ പ്രകാശം അല്ലെങ്കിൽ സൂര്യന്റെ ആ പ്രഭ അതെത്ര സമയം ചൂടോടുകൂടി നിലനിൽക്കുന്നുവോ ആ സമയമൊക്കെ മുന്നിൽ വെച്ച് അല്ലാഹു തആല സത്യം ചെയ്യാം. എന്നിട്ട് എന്തിനതൊക്കെ സത്യം ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിയുമ്പോൾ അല്ലാഹു തആല അത് പറഞ്ഞു തരുന്നുണ്ട്. വീണ്ടും അല്ലാഹു തആല സത്യം ചെയ്യണം. സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ നേരെ വൽ ഖമരി ഇദാ തലാഹ, വൽ ഖമർ, ഖമറിനെ തന്നെയാണ് അഥവാ ചന്ദ്രനെ തന്നെയാണ് സത്യം. ഇദാ തലാഹ, അത് അതിനെ പിന്തുടരുമ്പോൾ. ചന്ദ്രൻ സൂര്യനെ പിന്തുടർന്നു വരുമ്പോൾ അതിനെ തന്നെ സത്യം. എപ്പോഴാണ് സാധാരണ ചന്ദ്രൻ വരാറുള്ളത്? നമ്മൾ അനുഭവമായുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത്. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം അതിനെ പിന്തുടർന്ന് വരുന്ന ചന്ദ്രനെ കൊണ്ടും അല്ലാഹു തആല സത്യം ചെയ്യാം. വൽ ഖമരി ഇദാ തലാഹ എന്ന് പറഞ്ഞാൽ ഐ തബിഅഹ, ഒന്നിന്റെ പുറകെ മറ്റൊന്ന് വരാണ്. ചില സമയത്ത് വളരെ അപൂർവം ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട്, ഒരു വശത്ത് സൂര്യനും, അല്ലേ? എനിക്കങ്ങനെ ഒരു വട്ടം കാണാൻ പറ്റിയിട്ടുണ്ട്. എന്നാൽ ഒരു ക്രമമുണ്ട്. അത് സൂറത്ത് യാസീൻ അല്ലാഹു തആല പറഞ്ഞ ഒരു ക്രമം. എല്ലാവർക്കും ഹിഫ്ളുള്ള സൂറത്താണ് സൂറത്ത് യാസീൻ. അതിൽ 40-ാമത്തെ ആയത്തിൽ കാണാം ലശ്ശംസു യംബഗീ ലഹാ അൻ തുദ്രികൽ ഖമറ വലല്ലൈലു സാബിഖുൻ നഹാരി വകുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ. സൂര്യന് ചന്ദ്രനെ പ്രാപിക്കാനൊക്കില്ല, രാവ് പകലിനെ മറികടക്കുന്നതുമല്ല. ഓരോന്നും ഓരോ ഭ്രമണപഥത്തിൽ, അതിന് നിർണയിക്കപ്പെട്ട ഭ്രമണപഥത്തിൽ അത് നീന്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു തആല ഓരോന്നിനും ഓരോ സംവിധാനം വെച്ചിട്ടുണ്ട്. ആ സംവിധാനത്തിലൂടെ അതങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു തആല വീണ്ടും സത്യം ചെയ്യാണ്. വന്നഹാരി ഇദാ ജല്ലാഹ. വന്നഹാർ, നഹാർ എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടികളിലുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഓടിച്ചു പോലാണ്. വന്നഹാർ എന്ന് പറഞ്ഞാൽ പകല്, അല്ലെ? പകലിന് തന്നെയാണ് സത്യം. ഇദാ ജല്ലാഹ, അത് അതിനെ വെളിവാക്കുമ്പോൾ എന്നാണ്. അതായത് സൂര്യനെ വെളിപ്പെടുത്തുന്നത് എപ്പോഴാ? സൂര്യനെ എപ്പോഴാ നമ്മൾ കാണല്? പകലല്ലേ? പകൽ അതിന്റെ പ്രകാശം കൊണ്ട് ഭൂമിയുടെ മുകളിലുള്ളത് വെളിപ്പെടുത്തുന്ന, അത് പുറത്തു വരുന്ന വേളയെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്യാം. പകലാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? കുന്നും മലയും വീടും നാടും നഗരവും ഒക്കെ നമ്മൾ ശരിക്കും കാണാം, അല്ലെ? അതാണ് ഇദാ ജല്ലാഹ. അപ്പൊ പകലാകുമ്പോഴാണ് ഇതൊക്കെ കാണാം. രാത്രിയാകുമ്പോൾ നമുക്ക് അത്രത്തോളം കാണാം. എത്ര നല്ല ടോർച്ചടിച്ചാലും രാത്രിക്കൊക്കെ ഒരു പരിമിതി ഉണ്ട്. എത്ര ലൈറ്റ് ഇട്ടാലും രാത്രിക്ക് പരിമിതി ഉണ്ട്. പകലാവുമ്പോൾ അത്യാവശ്യത്തിന് കണ്ണിന് കാഴ്ചയൊക്കെ കുഴപ്പമില്ലാത്തവർക്കൊക്കെ ഏകദേശം നോക്കത്ത ദൂരമൊക്കെ വിശാലമായി സുന്ദരമായി കാണാൻ സാധിക്കും. മാത്രമല്ല, ഈ പകലിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ?
മനുഷ്യർക്ക് അധ്വാനിക്കാൻ അവരുടെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾക്ക് അല്ലാഹു തആല ഏർപ്പെടുത്തിയ സമയമാണ് എപ്പോ? പകല്. എപ്പോഴാ എല്ലാവരും അധ്വാനിക്കല്? ഇപ്പൊ ചോദിച്ചാൽ 24 മണിക്കൂറൊക്കെ ഉണ്ട്, 3 ഷിഫ്റ്റ് ഒക്കെ ഉണ്ട് ചിലയിടത്തൊക്കെ. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാ. എന്നാൽ പല വികസിത രാജ്യങ്ങളിലും, ഏറ്റവും ലോകത്തറിയപ്പെട്ട പല രാജ്യങ്ങളിലൊക്കെ, ഇപ്പൊ സ്വിറ്റ്സർലാൻഡിനെ കുറിച്ച് ഞാൻ മുമ്പൊരിക്കൽ വായിച്ചിട്ടുണ്ട്. 7 മണി 8 മണിയൊക്കെ കഴിഞ്ഞാൽ എല്ലാ ഷോപ്പും ക്ലോസ് ചെയ്യും. ആകെ പ്രവർത്തിക്കുക 10-11 മണി വരെ മാത്രം അനുവദിക്കുന്നത് പബ്ബുകൾ. അത് ആളുകൾക്ക് വേറെ ചില ആക്ടിവിറ്റീസിന് വേണ്ടി ഉള്ള കുറഞ്ഞ ചില, അതും നിയന്ത്രണ വിധേയമായിട്ട് മാത്രം അനുവദിക്കുന്ന പല രാജ്യങ്ങളും ലോകത്തുണ്ട്. അറബ് ലോകത്ത് തന്നെ എനിക്ക് കുറച്ചു മുമ്പ് ഒരു ഓർമ്മയുണ്ട്, സൗദിയിലെ മറ്റോ 10 മണി കഴിഞ്ഞാൽ ഷോപ്പ് അടക്കണം എന്നൊക്കെ ഒരു നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു തോന്നുന്നുണ്ട്. അല്ലാഹു അലം. അവർ സമയം കഴിഞ്ഞാൽ ഒക്കെ അടച്ചിടുന്ന രാജ്യങ്ങൾ ഇപ്പോഴും ഉണ്ട് പല ഭാഗത്തും. ഇവിടെ അല്ലാഹു തആല മനുഷ്യർക്ക് അധ്വാനിക്കാൻ വേണ്ടി പ്രത്യേകമാക്കിയൊരു സമയമാണെന്ത്? എപ്പോ? പകല്. അപ്പൊ സുബഹി കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. അല്ലെ? അതൊക്കെ കഴിഞ്ഞ് രാവിലെ ഒരു മനുഷ്യന് ആദ്യം ചെയ്യേണ്ട പണി ശരിക്കും എന്താ വെച്ചാൽ രാവിലെ എന്താണ്? രാവിലത്തെ അദ്കാറുകളും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ രാവിലത്തെ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നേരെ ജീവിത ലോകത്തേക്ക് പുറപ്പെടലാണ്. അതാണ് ഏറ്റവും ബറക്കത്തുള്ള സമയമാണ്. എല്ലാ പണ്ഡിതന്മാരും ആ സമയത്തെക്കുറിച്ച് വളരെയധികം വാതോരാതെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അധ്വാനത്തിന്റെ സമയം കഖൗലിഹി, എപ്രകാരം അല്ലാഹു പറഞ്ഞു, ഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിതസ്കുനൂ ഫീഹി വന്നഹാറ മുബ്സിറ. സൂറത്ത് യൂനുസിന്റെ 67-ാമത്തെ ആയത്ത്. അല്ലാഹു അത്രേ നിങ്ങൾക്ക് വേണ്ടി രാത്രിയെ ശാന്തമായി കഴിയാൻ പറ്റുന്ന വിധത്തിൽ ആക്കിയവനും പകലിനെ വെളിച്ചമുള്ളതും ആക്കി തന്നതെന്നാണ്. ആരാണ് പകലിനെ വെളിച്ചമുള്ളവനാക്കിയത്? അള്ളാഹുവാണ്. രാത്രിയോ ശാന്തമായി സ്വസ്ഥമായി കഴിയാൻ പാകത്തിന് അള്ളാഹു ആക്കി തന്നു. എന്നിട്ട് റബ്ബ് പറയാ, ലിതസ്കുനു ഫീഹി വന്നഹാറ മുബസിറ. ഇതൊക്കെ കേട്ട് മനസ്സിലാക്കുന്ന ആളുകൾക്ക് എന്തുണ്ട്? അതിനകത്ത് ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു വല്ലാത്തൊരു വാക്കാണ് അല്ലാഹു തആല പറഞ്ഞത്. ഇനി വീണ്ടും കാണാം സൂറത്ത് ഫുർഖാന്റെ 47-ാമത്തെ ആയത്തിൽ. സൂറത്ത് ഫുർഖാന്റെ 47-ാമത്തെ ആയത്തിൽ എന്താ? വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസൻ വന്നൗമ സുബാത വജഅലൻ നഹാറ നുശൂറ. അല്ലാഹു അത്രേ നിങ്ങൾക്ക് വേണ്ടി രാത്രിയെ ഒരു വസ്ത്രവും ഉറക്കത്തെ ഒരു വിശ്രമവുമാക്കി തന്നവൻ, പകലിനെ അവൻ എഴുന്നേൽപ്പ് സമയമാക്കുകയും ചെയ്തിരിക്കുന്നു. പകല് എന്ന് പറഞ്ഞാ ചായ കൊണ്ടുവരണ പകലെന്തിനുള്ള? നമുക്കിങ്ങനെ നമ്മളെ ഭൗതികമായ ജീവിതത്തിന് വേണ്ട ആക്ടിവിറ്റീസ് ഒക്കെ എവിടെ ഉണ്ടാവുക? പകലുണ്ടാവുക അല്ലെ? ഇബാദത്തെടുക്കാനും പകലുണ്ട്, പിന്നെ ദുനിയാവിന് വേണ്ടി ഉപയോഗിക്കാനും പകലുണ്ട്, ആഖിറത്തുക്ക് വേണ്ടി ഉപയോഗിക്കാനും പകലാണുള്ളത്. വീണ്ടും അല്ലാഹു തആല പറയാ കമാ ഫീ ഖൗലിഹി. അല്ലാഹു തആല എന്റെ വാക്കെന്താ? അല്ലാഹു ഇങ്ങനെ പറഞ്ഞ ഒരു വല്ലാത്തൊരു വാചകമാണ്. എന്തറിയോ? ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ മൻ ഇലാഹുൻ ഗൈറുല്ലാഹ് യഅതീകും ബിളിയാഇൻ അഫലാ തസ്മഊൻ. നബി പറയാ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആരോടെ പറയണത്? സത്യത്തിൽ ഇത് അന്നുള്ളവരോട് പറഞ്ഞത്, പക്ഷെ ഇപ്പൊ ആരോടെ പറയണത്? എന്നോട് നിങ്ങളോട് പറയണത് അല്ലെ? എന്നോട് നിങ്ങളോട് പറയണത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഖിയാമത്ത് നാള് വരെ അള്ളാഹു നിങ്ങളുടെ മേൽ രാത്രിയെ ശാശ്വതമാക്കി തീർത്തിരുന്നെങ്കിൽ അള്ളാഹു അല്ലാത്ത ഏതൊരു ഇലാഹാണ് നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുവന്ന് തരാൻ? ഏയ് മക്കളെ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇന്ന് മുതല്, നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതല് ഖിയാമത്ത് നാള് വരെയാണ്ട് രാത്രി നിൽക്കുക. നമ്മൾ എന്താ ചെയ്യാ? എത്ര ദിവസം നമ്മള് രാത്രി മറ്റേ ഫ്ലഡ് ലൈറ്റിലൊക്കെ കളിക്കുക? എത്ര ദിവസം കളിക്കും? ചിലപ്പോൾ ചില ബിരുദന്മാര് പറയും, രാത്രിയൊക്കെ നമുക്ക് ഫ്ലഡ് ലൈറ്റ് പോയി കളിക്കാലോ. അതിനൊക്കെ ലിമിറ്റ് ഉണ്ട്. എത്ര ദിവസം കളിക്കും? ഒരു വെളിച്ചം കിട്ടാനൊക്കെ കൊതിച്ചു മനുഷ്യന്മാര്. ഇങ്ങനെ കുറെ കാലം രാത്രി പിന്നെ കുറെ കാലം പകലാകണ നാടൊക്കെ ഉണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ, നമുക്ക് പരിചയമുള്ളതാണ്. പക്ഷെ അത് എന്നുമില്ല. അള്ളാഹു ചോദിക്കുക, എന്നും ആക്കിയ നിങ്ങൾക്ക് ഏതൊരു ഇലാഹ കൊണ്ടുവരാ? നിങ്ങൾ പല ഇലാഹിനെ ആരാധിക്കണ്ടല്ലോ, ആരെ കൊണ്ടുവരാ? എന്നിരിക്കെ നിങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് വീണ്ടും അള്ളാഹു ചോദിക്കണം, എന്തറിയോ? അള്ളാഹു എന്ന് ചോദിക്കാണ്,
ഖുൽ അറഅയ്തും ഇൻ ജഅല അലൈക്കുമുൻ-നഹാറ സർമദാ ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ-നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമത്തി മൻ ഇലാഹുൻ ഗൈറുല്ലാഹ് യഅതീകും ബിലൈലിൻ തസ്കുനൂന ഫീഹി അഫലാ തുബ്സിറൂൻ. നബിയെ ചിന്തിച്ചു നോക്കിണ്ടോ? ഒന്ന് പറയ് നബിയെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിണ്ടോ? ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിങ്ങളുടെ മേൽ പകലിനെ ശാശ്വതമാക്കിയിരുന്നെങ്കിൽ, എന്നും പകലാണ് നേരിക്കാൻ. അങ്ങനെയാണെങ്കിൽ അള്ളാഹു അല്ലാത്ത ഏതൊരു ഇലാഹാണ് നിങ്ങൾക്ക് വിശ്രമിക്കാൻ ഒരു രാത്രി കൊണ്ടുവന്ന് തരിക? ഈ രണ്ടായത്തിലുണ്ട്. രാത്രിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിശ്രമിക്കാൻ, പകലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് അതിൻ്റെതായ രീതിയിലാണ് പറഞ്ഞത്. രണ്ടും വേറെ വേറെ പറഞ്ഞു. എന്നിരിക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നില്ല. അപ്പൊ രാത്രിക്കൊരു ധർമ്മമുണ്ട്. ചില കുട്ടികൾക്കൊക്കെ ദേഷ്യം വരും. രാത്രിയൊക്കെ ഉറക്കൊക്കെ പോയാൽ ചിലപ്പോൾ റബ്ബ് നേരം വെളുത്ത് കിട്ടിയാൽ മതിയെന്നൊന്നും അറിയാം അല്ലേ? നേരം വെളുത്ത് കിട്ടിയാൽ മതി. എന്നാൽ പകലിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് രാത്രിയായി കിട്ടിയാൽ മതിയെന്ന് തോന്നും. രണ്ടും മനുഷ്യന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മേഖലകളാണ്. അതായത് രാവും പകലും മനുഷ്യൻ എത്രത്തോളം അവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് ധാരാളക്കണക്കിന് ആയത്തുകളിലൂടെ വ്യക്തമായ വിഷയം. ഞാൻ അതിലേക്ക് പോകണില്ല കൂടുതലായിട്ട്, കാരണം നമുക്കറിയണ കാര്യങ്ങൾ. ഇനി 4-ാമത്തെ ആയത്തിൽ എന്താ? അള്ളാഹ് രാത്രിയെ കുറിച്ച് പറയാണ്. വല്ലൈലി ഇദാ യഗ്ശാഹ. വല്ലൈൽ, രാത്രി തന്നെ സത്യം. ഇപ്പൊ എന്തൊക്കെ അള്ളാഹ് സത്യം പറഞ്ഞു? വശംസി വദുഹാഹ വൽ ഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ വല്ലൈൽ, രാത്രി തന്നെ സത്യം. ഇദാ യഗ്ശാഹ, രാത്രി അതിനെ മൂടുമ്പോൾ അതിനെ കൊണ്ട് സത്യം എന്നാണ്. അതായത് രാത്രി എന്തിനാണ് മൂടുക? ഭൂമിയുടെ മുകളിലുള്ളതിനെ മൂടും. ഇപ്പൊ നോക്കി, നിങ്ങൾ എവിടെ നോക്കിയാൽ ഇരുട്ടാണ്. എവിടെയെങ്കിലും വെളിച്ചുണ്ടാവും. നമ്മൾ കത്തിച്ച താൽക്കാലിക വെട്ടമല്ലാതെ, അതൊന്ന് കാറ്റടിച്ച അത് പോയി. ആ വെട്ടമല്ലാതെ വേറൊന്നുമില്ല. ഇപ്പൊ വയനാട് അതിൻ്റെ ഇടയ്ക്ക് കുറെ ട്രോളൊക്കെ എന്റെ താഴത്തിട്ടുണ്ട്. അത് ഞാൻ അതിലേക്ക് പോവല്ല. ഒരു കാര്യപ്പെട്ട ഒരു മന്ത്രി പ്രസ്താവിച്ചു, 6 മാസത്തേക്ക് ഇനി കറണ്ട് ബില്ലില്ല, കറണ്ട് ബില്ല് അടക്കേണ്ടതില്ല. ആ അപകടം ഉണ്ടായ സ്ഥലമുണ്ടല്ലോ അല്ലെ? അള്ളാഹുടെ മരണപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു ഷഹീദിന്റെ പ്രതിഫലം നൽകുമാറാകട്ടെ. അല്ലാത്ത ആപത്താണ്. അള്ളാഹുത്തല അതിനൊക്കെ നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അത്ര ആപത്തുള്ളതൊക്കെ. അതിന്റെ താഴെ ഒരാൾ ട്രോൾ ചെയ്തത് എന്താ വെച്ചാല്, കംപ്ലീറ്റ് പോസ്റ്റ് പോലും ഇല്ലാത്തൊരു നാട്ടിൽ ഇനി എങ്ങനെ ഞങ്ങൾ കറണ്ട് ബില്ല് ഈടാക്കാണ്? അവിടെ ആലോചിച്ച് നോക്കാം. അത് അതിൽ കുറെ വശങ്ങളുണ്ട്, കുറെ പൊളിറ്റിക്സ് ഒക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോവല്ല. സത്യത്തില് നമ്മളിപ്പോ ഈ കാണുന്നതൊക്കെ ഒരു നിമിഷ നേരം കൊണ്ട് പോയി ആരെ വിളിച്ചു കൊണ്ടുവന്നേരം ആരുമില്ല. ഇരുട്ടൻ എവിടെ ഇരുട്ടാണ്? മുക്കത്താ ദൂരത്തോളം ഇരുട്ടാണ്. അപ്പൊ രാത്രി എന്ന് പറയുന്നത് ഭൂമിയുടെ മുകളിലുള്ളതിനെ മൂടുകയും അങ്ങനെ ഭൂമി ഇരുട്ട് നിറഞ്ഞതായി മാറുകയും ചെയ്യുമ്പോൾ ആ സംഭവത്തെ കൊണ്ടും അള്ളാഹു താല സത്യം ചെയ്തു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, അള്ളാഹു താല അവന്റെ സൃഷ്ടികളിൽ എന്തിനൊക്കെ വെച്ചിട്ട് സത്യം ചെയ്യുന്നു? സുബ്ഹാനക്കെ, വലിയ ഹിക്മത്തുകൾ അതിനകത്തുണ്ട്. ഇനി 5-ാമത്തെ ആയത്തിൽ എന്താ അറിയോ? ഞാൻ ഈ ആയത്ത് വല്ലാതെ വിശേഷിക്കണില്ല. വസ്സമാഇ വമാ ബനാഹ, ആകാശത്തെയും അതിനെ നിർമ്മിച്ചതിനെയും തന്നെയാണ് സത്യം. ആകാശത്തെ തന്നെ സത്യം, അത് നിർമ്മിച്ചതിനെ. അഥവാ ആകാശം നിർമ്മിച്ചതാരാ? അള്ളാഹിനെ കുറിച്ച് തന്നെയാണ്. ആ ശക്തി, ആ ഖുവ്വത്ത് അവൻ തന്നെയാണ് സത്യം എന്നാണ്. നോക്കൂ നിങ്ങൾ, രാത്രി ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു താല പറയാണ്, ആകാശത്തെ അള്ളാഹു താല സംവിധാനിച്ചു, അതിനല്ല നിർമ്മിച്ചു. ആ ആകാശത്തെയും അത് നിർമ്മിച്ചവനായ ആ ശക്തിയെയും തന്നെ സത്യം എന്ന് റബ്ബുൽ ഇസ്സത്ത് പറയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇത്രയും ആയത്തുകൾ നിങ്ങളിങ്ങനെ വന്ന് നോക്കി. ഒന്നാമത് പറഞ്ഞത് സൂര്യനാണ്, രണ്ടാമത് പറഞ്ഞത് ചന്ദ്രനാണ്, പിന്നെ പറയുന്നത് പകലാണ്, പിന്നെ പറയുന്നത് രാത്രിയാണ്, പിന്നെ നോക്കി നിങ്ങൾ ആകാശം പറഞ്ഞത്. ഇനി പറയാൻ പോണെന്താ? ഭൂമിയാണ്. ഇത് രസകരമായ സാഹിത്യ ശൈലി എന്നറിയത്. ഇത് തഫ്സീറിൽ വേറൊരു ഭാഷ ഉണ്ട് അതിന്, അത് വെച്ചിട്ട് നമ്മളിത് പഠിക്കേണ്ട. പക്ഷെ അവിടേക്ക് നമ്മൾ എത്താത്തോണ്ടാണ്. അപ്പൊ നമ്മൾ പ്രാഥമിക പഠനമല്ലേ, അതുകൊണ്ട് ഇൻഷാല്ലാ 2 വർഷമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇൻഷാല്ലാ കുറേശ്ശെ ഭാഷയും ഇതിന്റെ ബലാവൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഈ ശൈലി നമുക്ക് മനസ്സിലാവും. ഇതിന്റെ സൗന്ദര്യം, ഖുർആന്റെ സൗന്ദര്യം എന്താന്ന് മനസ്സിലാക്കാൻ അത് പഠിക്കണം.
അപ്പൊ നമ്മളിങ്ങനെ ഓതി, നമ്മളിപ്പോ എല്ലാവർക്കും കാണാതെ അറിയണ സൂറത്താ ഇത്. എത്ര വട്ടാ ഓതി പോണത്, പക്ഷെ നമ്മൾ പലപ്പോഴും ഓതുമ്പോ അതിന്റെ ഉള്ളിലേക്ക് വരാറില്ല എന്നുള്ളതാണ് വലിയ പ്രശ്നം. ഇവിടെ എന്താ അള്ളാഹ് പറഞ്ഞത്? വല്ലൈലി ഇദാ യഗ്ശാഹ. ഇനിയോ ക്ഷമിക്കണം, വസ്സമാഇ വമാ ബനാഹ കമാ ഫി ഖൗലിഹി തആല. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാൻ പറ്റും എത്രത്തോളം. വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ, ആകാശമാകട്ടെ നാം അതിനെ ശക്തി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഈ ആയത്ത് മനസ്സിലാക്കാൻ ഈ ആയത്ത് പ്രധാനമാണ്. ഏത്? വസ്സമാഇ വമാ ബനാഹ എന്നത് മനസ്സിലാക്കാൻ സൂറത്തു ദാരിയാത്തിലെ 47-ാമത്തെ ആയത്ത്, ആകാശമാകട്ടെ നാം അതിനെ ശക്തി കൊണ്ട് ഐ ബിഖുവത്തിനാണ്. അതാണ് ആകാശത്തെയും അതിനെ നിർമ്മിച്ചതിനെയും തന്നെ സത്യം എന്ന് പറഞ്ഞത്. എത്രത്തോളം പറഞ്ഞാല് വിശുദ്ധ ഖുർആനില് പല സ്ഥലത്തും അല്ലാഹു തആല പറഞ്ഞു ആകാശത്തിന്റെ വിശാലതയും അതിന്റെ ശക്തിയും അതിന്റെ ദൃഢതയും ഒക്കെ മനസ്സിലാക്കാൻ ആയത്തുകളും ഹദീത്തുകളിലേക്ക് തന്നെ നമ്മൾ പോകണം. നമുക്ക് മനസ്സിലാവുണ്ടോ? അതോ ഉറക്കം വരുന്നുണ്ടോ? മനസ്സിലാവുണ്ടോ? ഇൻഷാ അല്ലാഹ് നോക്കി, വിശുദ്ധ ഖുർആനില് 67-ാമത്തെ അധ്യായം സൂറത്ത് മുൽക്ക്. സൂറത്ത് മുൽക്കിന്റെ 3-4 ആയത്ത്. എത്രാമത്തെ ആയത്ത്? 3-4 ആയത്ത്. പലർക്കും ഹിഫ്ളുണ്ടാവും. ഞാൻ തുടങ്ങുമ്പോ തന്നെ വാക്യങ്ങൾ അതെന്താ? الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. 7 ആകാശങ്ങളെ അടുക്കുകളായി സൃഷ്ടിച്ചവനാകുന്നവൻ ഒന്നിനു മീതെ ഒന്നായി. റഹ്മാനായുള്ളവന്റെ സൃഷ്ടിപ്പിൽ യാതൊരു ഏറ്റക്കുറവും നീ കാണുകയില്ല. എന്നാൽ നീ നിന്റെ ദൃഷ്ടി ഒന്നുകൂടി തിരിച്ചു കൊണ്ടുവരും, വല്ല വിടവും നീ കാണുന്നുണ്ടോന്നാണ്. വീണ്ടും അല്ലാഹു പറയാണ്, പിന്നീട് 2 തവണ നീ നിന്റെ കണ്ണിനെ തിരിച്ചു കൊണ്ടുവരൂ. നിന്റെ അടുത്തേക്ക് ആ കണ്ണ് പരാജയപ്പെട്ട നിലയിലും പരവശമായി കൊണ്ട് മടങ്ങി വരുന്ന. എന്നാലും ആകാശത്തുനിന്ന് ഒരു ന്യൂനത ചൂണ്ടിക്കാട്ടാൻ നിന്റെ കണ്ണിന് കഴിയില്ല. അത്ര അത്ഭുതമാണ് ആകാശം. നമ്മളിവിടെ തന്നെ പല ക്ലാസ് എടുക്കുമ്പോഴും ആകാശത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ നമുക്കൊന്നും തോന്നൂല. അതിങ്ങനെ കുറെ നീലമയം, ഒരു കുറെ മേഘക്കൂട്ടങ്ങൾ, അതിനപ്പുറത്തേക്ക് നീലമയം. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചു, കോളേജിൽ പഠിച്ചു, യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ കിട്ടും. അത് നീല എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കണ്ണിന് തോന്നുന്ന പ്രത്യേകമായൊരു ഇതാണ്, ഒരു റിഫ്ലക്ഷനാണ്. അതങ്ങനെ പോയാൽ വിശാലാണ്. അങ്ങനെ ഒരാകാശം എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ അല്ലാഹു തആല പറയുന്നത് 7 ആകാശങ്ങളാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന ആകാശത്തിനും സയൻസ് പഠിപ്പിക്കുന്ന ആകാശത്തിനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മളിപ്പോ ഏത് ആകാശത്തെ നമ്മൾ സ്വീകരിക്കുക? ഇസ്ലാം പഠിപ്പിക്കുന്ന ആകാശത്തെ സ്വീകരിക്കാൻ പറ്റും. കാരണം എന്താ പറയുക, ആകാശം എന്നൊക്കെ പറഞ്ഞാല് കവികൾക്ക് കവിത എഴുതാനും കഥാകൃത്തുക്കൾക്ക് തങ്ങളുടെ തൂലിക ചലിപ്പിക്കാനും ഒക്കെയുള്ള ഒരു ഭംഗിയുടെ ഒരു വല്ലാത്ത കഥാസൃഷ്ടി മാത്രമല്ല. അതിനപ്പുറത്തേക്ക് ഓരോ ആകാശത്തും ശക്തമായ പാറാവുകാരുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻഡിങ്ങളൊക്കെ റൂഹിനെ പിടിച്ചിട്ട് മലക്കുകൾ നേരെ പോണത് എങ്ങോട്ടറിയാം? ആകാശത്തേക്കാണ്. ആകാശത്തേക്ക് എത്തുമ്പോ മലക്കുകൾ ചോദിക്കും, ആരുടേതാണ് ഈ വിശുദ്ധമായ റൂഹ്? അപ്പൊ ഇന്നാളതാന്ന് പറയും. അപ്പൊ മലക്കുകൾ അവിടെ കവാടം തുറന്നു കൊടുക്കും. അവിടുന്ന് 1-ാം ആകാശത്തുള്ള മലക്കുകൾ അടുത്ത ആകാശം വരെ ഇതിന് അകമ്പടി സേവിക്കുന്നു. അങ്ങനെ 7 ആകാശം വരെ പോകുന്ന. എന്നാൽ ചീത്തയായ ഒരു റൂഹുമായിട്ടാണ് വരുന്നെങ്കിൽ തിരിച്ചയക്കാൻ പറയും. ഇതൊക്കെ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. അപ്പൊ ആകാശം എന്ന് പറഞ്ഞാൽ കേവലം ഇങ്ങനെ കാണുന്ന ഒരു നീലമയം മാത്രമല്ല, അത് വളരെ അത്ഭുതകരമാണ്. ആ ആകാശത്തിന്റെ വിഹായസിലാണ് എല്ലാ ഗ്രഹങ്ങളും സ്ഥിതി ചെയ്യണത്. നമ്മളെ ഭൂമി എവിടെ നിൽക്കണേ? ശരിക്ക് നമ്മളെ ഭൂമി എവിടെ നിൽക്കണേ? പലപ്പോഴും നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഏതൊരു മൂലക്കൽ ഇരിക്കുക, എന്നിട്ട് നമ്മൾ മേലക്ക് നോക്കണ പോലെ നമുക്ക് തോന്നണത്. ശരിക്കും നമ്മളെവിടെ ഇരിക്കണത്? നമ്മളും ഇതിന്റെ അടിയിൽ തന്നെ അല്ലേ? അത്ഭുതമാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമുക്ക് ഈ ജീവിതത്തിൽ ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. എന്നിട്ട് പിന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, നേരെ ഭൂമിയിലേക്ക് വന്നു. വൽ അർളി വമാ തഹാഹാ. വൽ അർളി, ഭൂമിയെ തന്നെ സത്യം. വമാ തഹാഹാ,
അതിനെ പരത്തിയതിനെ തന്നെ സത്യം, ഭൂമിയെയും അതിനെ പരത്തിയതിനെയും തന്നെ സത്യം എന്നാണ്. ഇവിടെ ആൾക്കാർ പറഞ്ഞു, കണ്ടോ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് 1400 കൊല്ലം മുമ്പൊക്കെയാണ്, ഭൂമി പരന്നു നോക്കി ഇവിടെ പറയണതാണ്. വിശുദ്ധ ഖുർആനെന്ന് ഭൂമി പരന്നതാന്ന് എവിടുന്നും കിട്ടൂല, അങ്ങനത്തെ ഒരു വാക്ക് തന്നെ ഖുർആനിലില്ല. നേരത്തെ ഖുർആനെന്ന് നമുക്ക് കിട്ടുക ഭൂമി ഉരുണ്ടതാന്നേ കിട്ടുള്ളൂ. ഇവിടെ ഇതിന്റെ വിഷയം എന്താ, നിങ്ങള് ഭൂമിയുടെ ശാസ്ത്രീയമായ ഘടനയെ സംബന്ധിച്ചല്ല ഇവിടെ പഠിപ്പിക്കണത്. പിന്നെ ഭൂമിയെ അല്ലാഹു തആല മനുഷ്യർക്ക് വാസയോഗ്യമാക്കിയതിനെ പറ്റിയ പഠനം, മനുഷ്യർക്ക് അനുഭവമുള്ള കാര്യമാണ്. നിങ്ങൾ ഇവിടുന്ന് നിങ്ങൾ വിമാനമാർഗമായാലും ഏത് മാർഗമായാലും നിങ്ങൾ ഒന്ന് ഭൂമി കറങ്ങി വന്ന് നോക്കി, എവിടെ ചെന്നാലും നിങ്ങൾക്ക് എവിടെ പോലെ എന്തായിട്ട് തോന്നുള്ളൂ? ഉരുണ്ടിട്ടാ തോന്നാ, പരന്നിട്ടാ തോന്നാ? ഞങ്ങളുടെ നാട്ടിലൊരു കാക്ക മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ അനിയനോട് പറഞ്ഞു, അദ്ദേഹം മരിച്ചുപോയി, എന്റെ അയൽപ്പക്കത്തുള്ള, എന്തിനാടാ ഇജ്ജ് ഇങ്ങനെ കച്ചറുണ്ടാക്കാൻ നിൽക്കണം, അള്ളാന്റെ ഭൂമി പരന്നല്ലേ, എനിക്ക് എവിടുക്കാച്ച പോയി ജീവിച്ചൂടെ എന്ന് വെച്ച്. പക്ഷെ സത്യത്തില് അദ്ദേഹം പറഞ്ഞതിന്റെ ആശയം ശരിയാണ്, ഭൂമി ഉരുണ്ടിട്ടാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ആശയം ശരിയാണ്. ജീവിക്കാൻ വേണ്ടി നമ്മൾ എവിടെ പോയാലും ഭൂമിനെ എങ്ങനെ കാണാം? പരന്നിട്ട് കാണാം. ഐ വസതഹാന്നാണ്, അതിനെ വിധാനിച്ചു, പരത്തി നീട്ടി മനുഷ്യർക്ക് വാസയോഗ്യമാക്കിയെന്നാണ്. ഇതിന്റെ മഅനതാണ്. മുഖ്തസർ തഫ്സീലൊക്കെ പറഞ്ഞതാണ്. ഭൂമിയെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തിട്ട് പിന്നെ പറയണത് അതിന് മനുഷ്യർക്ക് താമസിക്കാൻ മാത്രം സൗകര്യപ്പെടുത്തി വിധാനിച്ചതിനെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തു. അപ്പൊ ഇവിടെ ത്വഹാഹ എന്ന് പറഞ്ഞാൽ, അതിനെ പരത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ മഅന അതിനെ മനുഷ്യർക്ക് ജീവിക്കാൻ സൗകര്യമാകുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെന്നാണ്. ഭൂമിയെ തൊട്ടിലാക്കി എന്തൊക്കെ പറയണല്ലേ, നമ്മൾ സൂറത്ത് നബയിലേക്ക് ചെന്നാൽ കാണാൻ പറ്റും കുറെ വാക്കുകൾ അങ്ങനെ, അല്ലെ? അല്ലാഹു തആല പറഞ്ഞതുപോലെ വൽ അർദ ബഅദ ദാലിക ദഹാഹാ, സൂറത്ത് നാസിആത്തിന്റെ 30-ാമത്തെ ആയത്തിൽ കാണാം. അതിനുശേഷം ഭൂമിയെ അല്ലാഹു വികസിപ്പിച്ചിരിക്കുന്നു എന്നാണ്. വീണ്ടും അല്ലാഹു തആല പറഞ്ഞ വേറൊന്ന് കാണാം, സൂറത്ത് ഗാശിയ. എന്താണ്? വഇലൽ അർദി കൈഫ സുതിഹത്, കേൾക്കാറില്ല നമ്മള്? വഇലൽ അർദി കൈഫ സുതിഹത്, ഭൂമിയിലേക്ക് അവർ നോക്കുന്നില്ലേ, അതെങ്ങനെ പരത്തപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഭൂമി പരത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ മാനം എന്താണ്? ഭൂമി മനുഷ്യർക്ക് വസിക്കാൻ പാകത്തിന് അല്ലാഹു തആല അതിനെ സംവിധാനിച്ചു എന്നാണ്. ഇത്രയും കാര്യങ്ങൾ അല്ലാഹു തആല പറഞ്ഞു. എന്നിട്ട് പിന്നെ റബ്ബ് സുബ്ഹാനഹു തആല പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇപ്പൊ നോക്കി നിങ്ങൾ 6 ആയത്തിലും അല്ലാഹു തആല ഖസമ് ചെയ്ത് പറഞ്ഞു. ആദ്യം സൂര്യൻ, പിന്നെ ചന്ദ്രൻ, പിന്നെ പകല്, പിന്നെ രാത്രി, പിന്നെ ആകാശം, പിന്നെ ഭൂമി. സൂര്യൻ, ചന്ദ്രൻ, രാവ്, പകല്, ആകാശം, ഭൂമി. ഇതൊക്കെ നമുക്ക് പരിചയമുള്ളതാണോ പരിചയമില്ലാത്താണോ? നമുക്ക് പരിചയമുള്ളതാണ്. ഇതിനെ വെച്ചിട്ട് അള്ളാഹു സത്യം ചെയ്തിട്ട് പിന്നെ റബ്ബ് പറഞ്ഞ വാക്കെന്നറിയോ? വനഫ്സിൻ വമാ സവ്വാഹാ, വനഫ്സിൻ വമാ സവ്വാഹാ. വനഫ്സിൻ എന്ന് പറഞ്ഞാൽ മനസ്സിനെ തന്നെയാണ് സത്യം എന്നാണ്. വമാ സവ്വാഹാ, അതിനെ ശരിപ്പെടുത്തിയതിനെ. വീണ്ടും അള്ളാഹു ആ ഖസമ് അതേ പദവിടെ ഉപയോഗിക്കും. മനസ്സിനെ ചൊവ്വാക്കി ശരിപ്പെടുത്തിയതിനെയും സത്യനാണ്. അങ്ങനെ പറഞ്ഞ എന്താ? ഇവിടെ എല്ലാ മനുഷ്യാത്മാക്കളെ കൊണ്ടും അള്ളാഹു തആല സത്യം ചെയ്യാൻ. അവയെ അള്ളാഹു നേരാവണ്ണം സൃഷ്ടിച്ചു, അതിനെ ക്രമീകരിച്ചു എന്നതിനെ വെച്ചിട്ടും അള്ളാഹു തആല സത്യം ചെയ്യാൻ. മനുഷ്യനെ പടച്ചു എന്ന് മാത്രമല്ല, അതിനെ ആ നേരാവണ്ണം സൃഷ്ടിച്ച രീതിയെയും വെച്ച് അവൻ സത്യം ചെയ്യാണ്. വഖൗലുഹു വനഫ്സിൻ വമാ സവ്വാഹാ എന്ന് പറഞ്ഞാൽ ഐ ഖലഖഹ സവിയ്യതൻ മുസ്തഖീമതൻ അലൽ ഫിത്രത്തിൽ ഖവീമ കമാ ഖാല തആല. അല്ലാഹു തആല പറഞ്ഞതുപോലെ എങ്ങനെ? ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത്തല്ലാഹി അല്ലതി ഫതറൻ നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാഹ്. സൂറത്തുർ റൂമിലെ 30-ാമത്തെ ആയത്താണ് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന് തഫ്സീറായി കൊണ്ടുവന്നത്. ആകയാൽ നേരെ നിലകൊള്ളുന്നവനായിട്ട് നിന്റെ മുഖത്തെ നീ ദീനിലേക്ക് തിരിച്ചു നിർത്തുക. അള്ളാഹു മനുഷ്യരെ ഏതൊരു പ്രകൃതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നുവോ അതത്രേ അത്.
അള്ളാന്റെ സൃഷ്ടി വ്യവസ്ഥക്ക് യാതൊരു മാറ്റമല്ല, അതത്രയും വക്രതയില്ലാത്ത ദീൻ. പക്ഷെ മനുഷ്യരിൽ അധിക പേര് മനസ്സിലാക്കുന്നില്ലെന്നാണ്. ഇവിടെ റബ്ബുൽ ഇസ്സത്ത് മനുഷ്യന്റെ ഫിത്രത്തിനെ സംബന്ധിച്ച പറഞ്ഞത്. എന്താണ് മനുഷ്യന്റെ ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ? മനസ്സിനെ ചൊവ്വാക്കി ശരിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതിനെ വിവരിക്കുന്നിടത്ത് ഒരു തഫ്സീർ അതാണ്, സർവ്വ മനുഷ്യരെയും അല്ലാഹു തആല ഈ ലോകത്തേക്ക് പടക്കണത് എങ്ങനെയാണ്? വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ലോകത്ത് ജനിച്ചു വീഴുന്ന എല്ലാ കുട്ടികളും ഫിത്രത്തിലായിട്ടാണ് ജനിച്ചു വീഴുന്നത്. ഫിത്രത്ത് എന്നാൽ ഇസ്ലാം, ഇസ്ലാമിലാണ്. എല്ലാവരും മുസ്ലിങ്ങളാണ്. ഹിന്ദു കുട്ടി, ക്രിസ്ത്യൻ കുട്ടി, ജൂത കുട്ടി, സിഖ് കുട്ടി, പാഴ്സി കുട്ടി, ജൈന കുട്ടി, കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, ലീഗ്, BJP, RSS അറ്റേ കുട്ടി, അങ്ങനൊന്നുമില്ല. എല്ലാ കുട്ടികളും മുസ്ലിമായിട്ട് ജനിക്കുന്നത്. ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. അപ്പോൾ അവരുടെ വാപ്പമാരാണ് അവരെ ഒന്നില്ലെങ്കിൽ അവനെ യഹൂദിയാക്കുന്നു, അല്ലെങ്കിൽ നസ്രാനിയാക്കുന്നു, അല്ലെങ്കിലോ അഗ്നി ആരാധനാക്കുന്നു എന്നാണ്. യാ അല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ. ഇതിവിടെ നബി പഠിപ്പിച്ചിരാണ് നമുക്ക്. എന്നിട്ട് നബി ഓതിയ ആയത്താണ് എന്തറിയോ? ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫൻ ഫിത്രത്തല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാഹ്. ലോകത്ത് പടച്ച് അല്ലാഹു തആല മനുഷ്യന്റെ ഫിത്രത്ത് നൽകിയത് എങ്ങനെയാണ്? ശുദ്ധ പ്രകൃതിയിലാണ്. അവ ശരിക്കും ലോകത്ത് പറന്നു വീഴുന്നവരൊക്കെ ശുദ്ധ പ്രകൃതിയിലാണ് അർത്ഥം. വനഫ്സിൻ വമാ സവ്വാഹ. നഫ്സിനെയും അതിനെ സംവിധാനിച്ച രീതിയും തന്നെയാണ് സത്യം എന്നതിനെ വിവരിക്കുന്നിടത്ത് തഫ്സീർ മുഖ്തസറിൽ കാണാം, വഅഖ്സമ ബികുല്ലി നഫ്സിൻ വഅഖ്സമ ബിഖൽഖില്ലാഹി ലഹാ സവിയതൻ. എല്ലാ മനസ്സിനെയും നഫ്സിനെയും അവയെ അല്ലാഹു തആല കൃത്യതയോടെ സൃഷ്ടിച്ച രീതിയെ കൊണ്ടും അല്ലാഹു സത്യം ചെയ്തിരിക്കുന്നു എന്നാണ്. ഇത് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീർ വിവരിക്കുന്നത് ഇപ്രകാരമാണ്. എന്താണെന്നറിയോ? വനഫ്സിൻ വമാ സവ്വാഹ. മനസ്സിനെ നേരെ ചൊവ്വാക്കി ശരിപ്പെടുത്തിയതിനെയും തന്നെ സത്യം എന്ന് പറഞ്ഞാൽ യുഹ്തമലു അന്നൽ മുറാദ നഫ്സു സായിരിൽ മഖ്ലൂഖാത്തിൽ ഹൈവാനിയ കമാ യുഅയ്യിദു ഹാദൽ ഉമൂം വയുഹ്തമലു അന്നൽ ഇഖ്സാമ ബിനഫ്സിൽ ഇൻസാനിൽ മുകല്ലിഫ് ബിദലീലി മാ യഅതി ബഅദ വഅലാ കുൽ. മനസ്സിനെയും അതിനെ സംവിധാനിച്ച രീതിയും തന്നെ സത്യം എന്ന് പറഞ്ഞാൽ പൊതുവായ ഉമൂമായ ഒരർത്ഥം കൽപ്പിക്കുമ്പോൾ മനുഷ്യൻ മാത്രമല്ല എല്ലാ ജീവികളുടെയും മനസ്സ് ഇതിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ടെന്ന്. അപ്പൊ ഇവിടെ മനുഷ്യർ മാത്രമല്ല എല്ലാവരും ഉൾപ്പെടുന്നതാണ്. അദ്ദേഹം പറഞ്ഞ ഒരു അഭിപ്രായം അങ്ങനെയാണ്. എന്നാൽ ഇവിടെ മനസ്സിനെ കൊണ്ട് സത്യം ചെയ്യുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശർഈയായ മതപരമായ ബാധ്യതകൾ നിർവഹിക്കാൻ കൽപ്പിക്കപ്പെട്ട മനുഷ്യന്റെ മനസ്സുകൊണ്ടാണ് സത്യം ചെയ്യുന്നത് എന്ന അർത്ഥ പരിഗണനയാണ് ഈ ശേഷമുള്ള പരാമർശങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫന്നഫ്സു ആയത്തുൻ കബീറത്തുൻ മിൻ ആയാതിഹി ലത്തി യഹിഖുൽ ഇഖ്സാമു ബിഹാ ഫഇന്നഹാ ഫി ഗായത്തിൽ ലുത്ഫി വൽ ഖിഫ സരീഅത്തു തനഖുലി വൽ ഹറക والتغير والتأثر والانفعالات النفسية من الهم والإرادة والقصد والحب والبعد. അല്ല, ഞാൻ ഇപ്പൊ ആരോടാ പറയണത്? ചിലപ്പോ തോന്നും നമ്മളെ പഴയ തൊള്ളപട അടിച്ചു പോവാ നല്ലതെന്ന്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഉണ്ടാവുമല്ലോ അല്ലേ? വഹിയല്ലത്തി ലൗലാഹ ലകാനൽ ബദനു മുജറദ തിംസാലിൻ ലാ ഫായിദത ഫീഹി. എന്നിട്ട് ശൈഖ് പറയാണ്, വതസ്വിയതുഹാ അലാ മാ ഹിയ അലൈഹി ആയത്തുൻ മിൻ ആയാത്തില്ലാഹിൽ അദീമ. ഇവിടെ എന്താ ഞാൻ പറഞ്ഞാൽ ഇതിന്റെ ചുരുക്കം ഏതായിരുന്നാലും മനസ്സ് എന്ന് പറയുന്നത് സത്യം ചെയ്ത് പറയാൻ മാത്രം അർഹതപ്പെട്ട അള്ളാന്റെ ഏറ്റവും വലിയൊരു ദൃഷ്ടാന്താണെന്നാണ്. മനസ്സ് വല്ലാത്തൊരു പ്രതിഭാസമാണ്. ഇവിടെ മതമുള്ളവനും മതമില്ലാത്തവരും ഒക്കെ മനസ്സ് എന്നുള്ള പ്രതിഭാസത്തെ പറയാറുണ്ട് അല്ലേ? നമ്മള് മതമില്ലാത്ത ആൾക്കാരിപ്പോ പൊതുവെ കോൺഷ്യസ്, മറ്റേ അബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അങ്ങനെ കുറെ മനസ്സുകളുടെ നിർവചനങ്ങൾ വരാണ്. കാര്യമായിട്ട് ഈ 20ാം നൂറ്റാണ്ടിൽ സർ സിഗ്മണ്ട് ഫ്രോയിഡ് ഒക്കെയാണ് ഇത് വല്ലാതെ ഇവിടെ കൊണ്ടുവന്ന് അലക്കിയത്. എല്ലാറ്റിനെയും ഈ 3 തലത്തിലേക്ക് കൊണ്ടുവരും. എന്നിട്ടതിങ്ങനെ എന്ത് പ്രശ്നത്തെയും അതിലേക്ക് കൊണ്ടുവന്നിട്ട് പരിഹരിക്കാനുള്ള കൗൺസിലിംഗ് തിയറികളൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്തവരാണ്. ഇവിടെ മനസ്സ് വലിയൊരു പ്രശ്നമാണ്, വലിയൊരു വിഷയമാണ്. അത് അങ്ങേയറ്റം ലോലവും സുതാര്യവും
പെട്ടെന്ന് മാറ്റവ്യത്യാസങ്ങൾക്ക് വിധേയമാകുന്നതും സ്വാധീനിക്കുന്നതുമാണെന്നാണ്. മനസ്സങ്ങനെയാണ്. ഉദ്ദേശലക്ഷ്യം, സ്നേഹം, ദേഷ്യം തുടങ്ങിയ വികാരങ്ങൾ പ്രകടമാക്കുന്നതാണ്. പെട്ടെന്ന് മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ മടുപ്പ് വരും, ചിലപ്പോൾ ആഗ്രഹം വരും, ചിലപ്പോൾ നിരാശയായിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ ഭയങ്കര പ്രതീക്ഷ ഉണ്ടാവുക, ചിലപ്പോഴോ ഭയങ്കര ക്രൗര്യതയും ദേഷ്യമൊക്കെ ഉണ്ടാവുക, ചിലപ്പോഴോ അലിവും കനിവും അനുകമ്പയൊക്കെ ഉണ്ടാവുക. അല്ലെ? ഈ ഭാവമാറ്റങ്ങൾ മുഴുവൻ എവിടെ ഉണ്ടാവും? കാലുമേലുണ്ടാവും എന്നല്ലേ പറഞ്ഞ്? എവിടെ ഉണ്ടാവും? കയ്യിലോ? മനസ്സിലുണ്ടാവും. ഇതൊക്കെ മനസ്സിലുണ്ടാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഈ മനസ്സില്ലെങ്കിൽ, ശരിക്കും മനുഷ്യന് മനസ്സില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയോ? ശരീരം എന്ന് പറഞ്ഞാല് വെറൊരു പ്രതിരൂപം മാത്രമാണ്. അതുകൊണ്ടൊരു പ്രയോജനമില്ല. അങ്ങനെ തന്നെയല്ലേ? റൂഹ് പോയി കഴിഞ്ഞാൽ പിന്നെ ഓനെന്തിനാ പറ്റുക? നേരെ കൊണ്ടേ കുഴിയിലെക്കാനേ പറ്റുള്ളൂ. അത്ര തന്നെയല്ലേ? ചിലപ്പോൾ ആൾക്കാർ ചോദിക്കടാ, ഇതൊക്കെ ഒരു മനുഷ്യനാടാ എന്ന് ചോദിക്കും. ആരോട് ചോദിക്കണത്? ഈ മനസ്സ് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നന്മ നഷ്ടപ്പെട്ട ആളുകളോട് അങ്ങനെ ചോദിക്കും, ഇതൊക്കെ ഒരു മനുഷ്യനാടാ. ഇപ്പൊ ഈ വയനാട് സംഭവം ഉണ്ടായപ്പോ തന്നെ കുറെ വിഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയോ വൃത്തിയോട് പറഞ്ഞപ്പോ ആൾക്കാർ അതിന് കമന്റ് പറഞ്ഞു, ഒരു മനുഷ്യനാടാ. ആന വരെ ഒരു തള്ളക്കും ഒരു കുട്ടിക്കും കാവലെന്നു, ഇത് മൃഗത്തെക്കാൾ വധപ്പതിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ കേട്ടില്ലൊക്കെ? കേട്ടിട്ടുണ്ടോ? അല്ലാഹു ആലം. ഇപ്പോഴും ഇവിടെ അല്ല തോന്നുന്നുണ്ട്. ഇവിടെ തന്നെയല്ലേ? ഇവിടെ തന്നെ. അതുകൊണ്ട് ഈ വിധത്തിലാണ് അവൻ അതിനെ സംവിധാനിച്ച് ശരിപ്പെടുത്തിയത്. തീർച്ചയായും ഇത് അള്ളാന്റെ മഹത്തായൊരു ദൃഷ്ടാന്തം. മനസ്സ് എന്ന് പറഞ്ഞാൽ ശരിക്ക് അള്ളാന്റെ വലിയൊരു ദൃഷ്ടാന്താണ്. അതുകൊണ്ടാണ് അതിനെ വെച്ച് സത്യം ചെയ്യുന്നത്. വനഫ്സിൻ വമാ സവ്വാഹ. എന്നിട്ട് പിന്നെ പറയാണ് ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. ഫഅൽഹമഹാ, എന്നിട്ട് അവൻ ആ മനസ്സിന് വഹി നൽകി, അല്ലെങ്കിൽ ബോധന നൽകി. ഫുജൂറഹ, അതിന്റെ അധർമ്മത്തെ പറ്റിയും വതഖ്വാഹ, അതിന്റെ സൂക്ഷ്മതയെ സംബന്ധിച്ചു. എന്നിട്ട് അവൻ അതിന്, മനസ്സിന് അതിന്റെ അധർമ്മത്തെയും അതിന്റെ ഭയഭക്തിയും സൂക്ഷ്മതയും സംബന്ധിച്ച് വഹി നൽകുകയും ബോധന നൽകുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞാൽ ഫഅഫഹമഹ മിൻ ഗൈരി തഅലീമിൻ മാ ഹുവ ശർറുൻ ലിതജ്തനിബഹു വമാ ഹുവ ഖൈറുൻ ലിതഅതിയഹു. ഒരു പഠനമില്ലാതെ തന്നെ, ഒരു ഭൗതികമായൊരു പഠനമില്ലാതെ തന്നെ എന്തൊക്കെയാണ് എനിക്ക് ഉപദ്രവമായത് എന്നുള്ളതും ഏതൊക്കെയാണ് എനിക്ക് ഉപകാരപ്രദമായത് എന്നതും അവൻ, അല്ലാഹു അവർക്ക് മനസ്സിലാക്കി നൽകി. മാത്രമല്ല, തിന്മകളിൽ നിന്ന് അവർ വിട്ടുനിൽക്കുന്നതിനും നന്മകൾ അവർ പ്രവർത്തിക്കുന്നതിനും വേണ്ടി എത്രയത്. ഇതിൽ രണ്ട് തലങ്ങളുണ്ട്. നിങ്ങൾ ആലോചിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് മനുഷ്യർ കഴിക്കുന്ന പല ഭക്ഷ്യവസ്തുക്കൾ നിങ്ങൾ പരിശോധിച്ച് നോക്കി. ഒരു എന്താ പറയാ, ഒരു ഇൽമുമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഉപകാരമില്ലാത്ത വസ്തുക്കളെ തിന്നുന്ന ആളുകളെ വളരെ റെയറായിട്ട് നമ്മൾ കാണുമല്ലോ ലോകത്ത്, അല്ലേ? ഒരു ഭക്ഷണം കഴിക്കുന്ന രീതിയിലാണ് പറഞ്ഞത്. കുടിക്കുന്നിടത്തും അങ്ങനെ തന്നെ. പല നിലക്കും കൂടി ചിന്തിച്ചു നോക്കി. അത് ഏതെങ്കിലും കിതാബ് നോതി പഠിച്ചിട്ടൊന്നല്ല. ഇന്നത് പറ്റൂല എന്ന് തന്നെ നാച്ചുറലായിട്ട് അവരുടെ ഉള്ളിൽ അങ്ങനെ തന്നെയുള്ളത്. പല ആദിവാസി ഗോത്രങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നിടത്ത് കാണാൻ പറ്റും. 6000-8000 വർഷം പാരമ്പര്യമുള്ള പല സമൂഹത്തിനും അവർക്ക് പാരമ്പര്യമായി കൈമാറി വരുന്ന പല അറിവുകളുണ്ട്. നമുക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോയി ചിലപ്പോൾ അവരെ കുറിച്ച് കേട്ടാൽ. കാരണം എങ്ങനെ ഇവർക്കത് വേണ്ടെന്ന് മനസ്സിലായത് നമുക്ക് അത്ഭുതമാണ്. കാരണം അള്ളാഹു തആല അത് അവരുടെ ഫിത്രത്തിൽ നൽകുന്നതാണ്. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവിടുന്ന് പറഞ്ഞു, ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ എന്ന് പറഞ്ഞാൽ ബയ്യന ലഹാ അൽ ഖൈറ വശർറ എന്നാണ്. അല്ലാഹു തആലക്ക് ഖൈറും ശർറും എന്ത് ചെയ്തു? വ്യക്തമാക്കി കൊടുത്തു. വഖദ ഖാല മുജാഹിദ് വഖത്താദ വളഹാഖ് വത്തൗരി റഹിമഹുമുല്ലാഹു റഹ്മത്തൻ വാസിയ. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽഹമഹാ അൽ ഖൈറ വശർ. അല്ലാഹു തആല ഖൈറും ശർറും അവർക്ക് ഇൽഹാമ നൽകി. എന്ത് നൽകി? ഇൽഹാമ നൽകി. എന്താ ഇൽഹാമ എന്ന് പറഞ്ഞാൽ? പ്രചോദനം, ചോദന എന്നൊക്കെ പറയാം. നമ്മൾ തോന്നിപ്പിക്കാൻ, അല്ലെങ്കിൽ ഖൈറെന്ത് ഷർറെന്ത് എന്നുള്ള തോന്നലുണ്ടാക്കി. ഇന്നത് നല്ലത്, ഇന്നത് ചീത്ത നല്ലത്. അത് പ്രകൃതിയാ മനുഷ്യന് നൽകി. ഒരു മനുഷ്യൻ കള്ളുടിക്കണത്, മദ്യം ഉപയോഗിക്കണത് എത്ര പ്രയാസപ്പെട്ടിട്ടാ.
അതൊന്ന് ശീലമായി കിട്ടാൻ എത്ര സമയം എടുക്കുമെന്ന്. കഞ്ചാവ് വലിക്കുന്ന ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ കഞ്ചാവ് അല്ലെ അഡിക്ഷൻ, ആ അഡിക്ഷനിലേക്ക് ഇവന് അകപ്പെട്ട് വരുന്നത് എത്ര പ്രയാസത്തിന്റെ ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണെന്നറിയോ? നമ്മൾ ഈ അഡിക്റ്റായ ആളുകളെ എന്താ പറയുക, ഡി അഡിക്ഷന് വിധേയനാക്കുമ്പോൾ നമ്മൾ പലപ്പോഴും, കാരണം 6 മാസം അല്ലെങ്കിൽ 6 കൊല്ലമൊക്കെ അഡിക്ഷന് വിധേയനായിരുത്തനെ ഡി അഡിക്ഷൻ സംവിധാനത്തിലൂടെ തിരിച്ചുകൊണ്ടിരുന്ന കുറച്ച് സമയം എടുക്കും. കാരണം എന്താ, അത്രയും അവൻ അതിന്റെ അഗാധ തലത്തിലേക്ക് പോയി. ഇതിലേക്ക് പോകുന്ന ചില ഘട്ടങ്ങളുണ്ട്. ഞാൻ പറയാനല്ല, അതെത്ര പ്രയാസപ്പെടുന്നു. കഷ്ടപ്പെട്ട് മനുഷ്യൻ കള്ളുപിടിക്കണം, ഒരു രസമല്ല. കുടിച്ചവരൊക്കെ ചോദിച്ചു എന്തൊരു രുചിയുണ്ടെന്ന്. ഒരു രുചിയില്ല. പിന്നെ എന്തിനാ? അതൊരു ശീലമായി പോയി. കഞ്ചാവ് വലിച്ചാല് ലാസ്റ്റ് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നോട് ഒരാൾ പറഞ്ഞത്, എന്തായാലും അൽഹംദുലില്ലാഹ് അവിടെ കഴിച്ചിലേ കിട്ടി. ഓനൊരു അല്ലാഹു ഇൽഹാമ് കൊടുത്തു. എനിക്ക് സ്വർഗത്തിലും നരകത്തിലൊന്നും വിശ്വാസമില്ലായിരുന്നു, പക്ഷെ സാധനം വലിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി സ്വർഗം ഉണ്ട് എന്നുള്ളതെന്ന്. ഇപ്പൊ എവിടെയെന്നാണ് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ട് 5-8 വർഷം ഉണ്ടാവും. അള്ളാഹു താല അവനെ ഹിദായത്ത് നൽകുക, അള്ളാഹു ദീനിൽ ഉറപ്പിച്ചെടുത്തിട്ട് പാവം നന്നായിട്ടാണ് പോയത് അവിടെ നിന്ന്. ഇവിടെ തന്നെ നമ്മൾ മൗലാന്റെ കീഴിൽ ഡി അഡിക്ഷനിൽ വർക്ക് ചെയ്യുമ്പോൾ എത്ര ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ. അവര് പറയണ അതിലേക്ക് വരുന്ന ഘട്ടങ്ങൾ പറയാണ്, അത് എത്ര പ്രയാസപ്പെട്ടിട്ടാണെന്നറിയോ? അപ്പോ ഒരിക്കലും മനുഷ്യന്റെ ഫിത്രത്തിൽ അതില്ല. നിങ്ങളൊന്ന് ആലോചിച്ചോക്കി, ഒരാൾ ദേഷ്യപ്പെടുന്നിരിക്കും. അപ്പൊ ഞാൻ നിങ്ങളൊക്കെ ദേഷ്യപ്പെടും അല്ലെ? ആ ദേഷ്യപ്പെടുമ്പോ തന്നെ എന്തൊക്കെ നാഡീ ഞരമ്പുകളൊക്കെ വലിഞ്ഞു മുറുകി എന്തൊക്കെ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ട് നമ്മൾ ഈ സാധനം പുറത്തേക്ക് കളയണം അല്ലെ? ആലോചിക്കില്ല നിങ്ങള്? ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഏത് വിഷയം എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെ. നാച്ചുറൽ അല്ലാത്തതൊക്കെ നമ്മളിങ്ങനെ ശീലിച്ചു വന്ന കുറേ അബദ്ധങ്ങളുണ്ട്. അബദ്ധങ്ങളൊക്കെ അങ്ങനെയാണ്. ഒന്നും മനുഷ്യന്റെ പ്രകൃതിയിലുള്ളതല്ല. അല്ലാഹു തആല പറഞ്ഞതുപോലെ ഇന്നാ ഹദൈനാഹുസ് സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. തീർച്ചയായും നാം അവന് വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു. എന്നിട്ട് ഒന്നുകിൽ അവൻ നന്ദിയുള്ളവനാകുന്നു, അല്ലെങ്കിൽ നന്ദി കെട്ടവനാകുന്നു. അതാണ് വഹദൈനാഹു നജ്ദൈൻ, പൊന്തി നിൽക്കുന്ന മാർഗം. നന്മയുടെ വഴി, തിന്മയുടെ വഴി, രണ്ടും എന്റെ മുന്നിലുണ്ട്. ഇവിടെ ഇതിനെ വിരിക്കുന്നിടത്തുള്ള ഒരു തലം അതാണ്. എന്ത്? അല്ലാഹു തആല നബിമാരുടെ നാവിലൂടെ സന്മാർഗത്തിന്റെ വഴി വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. അതിനാൽ തന്നെ വഴിവീടിന്റെ മാർഗം ഏതാണ് എന്നവര് മനസ്സിലായിട്ടുണ്ട്. 2 തലത്തിൽ ഇത് വന്നിട്ടുണ്ട്. ഒന്ന്, പ്രകൃത്യാ തന്നെ മനുഷ്യന്റെ ഉള്ളിൽ അല്ലാഹു ഈ ഫിത്രത്ത് നൽകിയിട്ടുണ്ട്. 2, അവർക്ക് കൃത്യമായ സന്മാർഗബോധം നൽകാൻ അവർക്ക് അല്ലാഹു തആല നബിമാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം ഒന്നുകിൽ അവൻ എന്ത് ചെയ്യാം, നേരായ പാതയിലേക്കുള്ള ഹിദായത്തിന്റെ മാർഗം സ്വീകരിക്കാം. അങ്ങനെ അവന് അള്ളാന്റെ വിശ്വാസിയും നന്ദിയുള്ളവനുമായ ഒരടിമയാകാം. അല്ലെങ്കിലോ അവന് വഴികേട് സ്വീകരിക്കാം. അങ്ങനെ അവന് അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുകയും തള്ളിക്കളയൊക്കെ ചെയ്യുന്നവരാകാം. ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ അള്ളാഹ് പറഞ്ഞ 2 ആയത്തുണ്ട്. അതെന്താണ്? ഖദ് അഫ്ലഹ മൻ പറയും. എന്തായത്? ഒന്ന് ഓതി നോക്കാം നമുക്ക്. ഖദ് അഫ്ലഹ മൻ സക്കാഹ. ഓതി, അല്ലെങ്കിൽ വയല് കേക്കൽ മാത്രം ക്ലാസ് ആവില്ല. ഒന്നും കൂടി ഓതി. ഖദ് അഫ്ലഹ, ഖദ് അഫ്ലഹ, വിജയിച്ചിരിക്കുന്നു എന്നാണ്. തീർച്ചയായിട്ടും വിജയിച്ചിരിക്കുന്നു. ആര്? മൻ, ഒരുത്തൻ, സക്കാഹ, അതിനെ പരിശുദ്ധമാക്കിയവൻ വിജയിച്ചിരിക്കുന്നു. ഏതിനെ പരിശുദ്ധമാക്കിയവൻ? നഫ്സിനെ പരിശുദ്ധപ്പെടുത്തിയവൻ വിജയിച്ചു. ഇതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഖദ് ഫാസ ബിമത്ലൂബിഹി മൻ തഹറ നഫ്സഹു ബിതഹ്ലിയതിഹാ ബിൽഫളാഇൽ വതഖ്ലിയതിഹാ അനിർ റദാഇൽ. മുഖ്തസർ തഫ്സീറിൽ കാണാം, ശ്രേഷ്ഠകരമായ നന്മകൾ കൊണ്ട് തന്റെ ആത്മാവിനെ അലങ്കരിക്കുകയും മ്ലേച്ഛമായ തിന്മകളിൽ നിന്ന് അതിനെ ശുദ്ധീകരിക്കുകയും ചെയ്തുകൊണ്ട് പരിശുദ്ധി പ്രാപിച്ചവൻ തന്റെ ലക്ഷ്യം നേടുകയും വിജയിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇമാം നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഖൗലുഹു ഖദ് അഫ്ലഹ മൻ സക്കാഹ എന്ന് പറഞ്ഞാൽ അതായത് ത്വഹറ നഫ്സഹു മിനദ്ദുനൂബ്
വനഖാഹാ മിനൽ ഉയൂബ് വറഖാഹാ ബിതാഅത്തില്ലാഹ് വഅല്ലാഹാ ബിൽ ഇൽമിൻ നാഫിഅ വൽ അമലി സ്വാലിഹ്. വല്ലാത്തൊരു വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. എന്തൊരു ഒഴുക്ക, എന്തൊരു പ്രാസന്നറിയ വാക്കിന്. ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് തറക്കണ വാക്കുകൾ അദ്ദേഹം പറഞ്ഞു. തീർച്ചയായിട്ടും മനസ്സിനെ പരിശുദ്ധമാക്കിയവൻ വിജയം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റുകളിൽ നിന്ന്, കുറ്റങ്ങളിൽ നിന്ന് മനസ്സിനെ ശുദ്ധമാക്കുകയും ന്യൂനതകളിൽ നിന്ന് പരിഹരിക്കുകയും അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ആ നഫ്സിനെ വളർത്തുകയും പ്രയോജനകരമായ വിജ്ഞാനത്തിലും സൽപ്രവർത്തനത്തിലും അതിനെ ഉന്നതമാക്കുകയും ചെയ്തവൻ വിജയം വരിച്ചു എന്നർത്ഥം. എന്തൊക്കെ പറഞ്ഞത്? ഒന്ന്, തെറ്റിൽ നിന്ന് മനസ്സിനെ ശുദ്ധാക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാ. പ്രാർത്ഥന കാണാം. എത്ര പ്രാർത്ഥന ഉണ്ട് അങ്ങനെ നഫ്സിനെ ശുദ്ധീകരിക്കാനുള്ള പ്രാർത്ഥനകൾ. അതുപോലെ അള്ളാഹ്ക്ക് കീഴ്പ്പെട്ട് അതിനെ വളർത്തിന മനസ്സിനെ അള്ളാഹ് ഇഷ്ടപ്പെട്ടെടുത്ത് കൊണ്ടുവന്നു. എത്രത്തോളം എന്ന് വെച്ചാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ കാണാം, നബി പറയാണ് ഒരു കാലഘട്ടം വരാണ്ട്. ആ കാലഘട്ടം വരുമ്പോ അന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ഈ ഹവ കൊണ്ട് കളിക്കുന്ന മനുഷ്യരായിരിക്കും, ദേഹേച്ഛക്കനുസരിച്ച്. എങ്ങനെ വെച്ചാൽ പേനായ കടിച്ച് പേയിളകിയ ഒരുത്തൻ കാട്ടിക്കൂട്ടുന്നത് പോലെ, തോന്നിയതുപോലെ കാട്ടിക്കൂട്ടുന്ന ഒരു കാലഘട്ടം വരുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഷ്ടമുള്ളത് തോന്നിയത് ചെയ്യും. അപ്പൊ എന്താ? അള്ളാഹ്ക്ക് താഅത്തിലായിട്ടല്ല, അള്ളാഹ്ക്ക് മഅസിയത്തിലായിട്ടാണ് പോണത്. എന്നാൽ അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് നഫ്സിനെ വളർത്താം. പിന്നെയോ പ്രയോജനകരമായ ഇൽമിലും അമലിലും അതിനെ ഉന്നതമാക്കുക. എന്താ പ്രയോജനമായ ഇൽമ് എന്ന് പറഞ്ഞാൽ? ഇൽമുൻ യുൻതഫിഉ ബിഹി അല്ലെങ്കിൽ യൻതഫിഉ ബിഹി. അതെന്താ? അദ്ദീൻ അൽ ഇൽമു ശർഇയ്യ, ശർഇയ്യായ ഇൽമ്. നമ്മൾ എന്ത് പഠിക്കുകയാണെങ്കിലും, ഏത് ജോലി ചെയ്യണമെങ്കിൽ, ഹലാലും തൊയ്യിബായ എന്താണെങ്കിലും അതിന്റെ കൂടെ പഠിക്കേണ്ടതാണ് എന്ത്? അള്ളാഹിന്റെ കിതാബ്, റസൂലുള്ളാഹിന്റെ സുന്നത്ത്, വാജിബായ ഇൽമുകൾ നമ്മൾ കൂടെ പഠിക്കണം. വാജിബായ ഇൽമ് ഇപ്പം നമ്മൾ ഇരിക്കണം എന്തിനാണ്? കുറച്ചെങ്കിലും പറ്റണത് പോലെ അള്ളാഹിന്റെ മാർഗത്തിൽ എന്തെങ്കിലും പഠിക്കാൻ പറ്റുമെന്നുള്ള. ഇങ്ങനെ ഇരിക്കുമ്പോ എന്താ മെച്ചണ്ടാവും വെച്ചാൽ മനസ്സ് ശുദ്ധാകും. ഇതേ ഇരുത്തം നിങ്ങളൊരു ചായക്കടയിൽ പോയി കുത്തിരി നോക്കി, ആദ്യം ചായ വരിക കുടിക്കും, പിന്നെ ഒരു വീടി ഏൽക്കും, പിന്നെ 4 ആള് കൂടും, പിന്നെ വർത്താനം അങ്ങനെ മാറും. അതുകൊണ്ട് ഹജ്ജ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ആളുകൾക്കുള്ള നസീഹത്തില് ഒരു ഷെയ്ഖ് പറയുന്ന ഒരു നസീഹത്തിന് എന്തറിയോ? അയാളുടെ പഴയ ആ പാട്ടപ്പൊളി കമ്പനി ഉണ്ടല്ലോ, അവരെടുത്തേക്ക് പിന്നെ തിരിച്ചു പോകരുതെന്ന. കാരണം വീണ്ടും പഴയ കോലത്തിലാവും. പോണിന് വിരോധമല്ല, പക്ഷെ പോകുമ്പോ ശ്രദ്ധിക്കണം. കാരണം എന്താ? അവർക്ക് തസ്കിയത്തും തർബിയത്തും കൊടുക്കാനാണ് പോവാ. അല്ല വീണ്ടും അവിടെ പോയിരുന്നിട്ട് ആ പഴയ ഈവത്തും നമീമത്തും അതന്നെയാണ് പിന്നെയും പറയണമെങ്കിൽ ഓന്റെ ഹജ്ജ് പോയ വഴി ഉണ്ടാവില്ല. അപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നല്ല ഇൽമ്, നല്ല അമല്. അതെന്താ? അള്ളാഹു തആല പറഞ്ഞെന്ന കാര്യങ്ങൾ അത് അമലാക്കുക. അങ്ങനെ വിജയം വരിക്കും. അതാണ് അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹ് പറഞ്ഞല്ലേ, ومن تزكى فإنما يتزكى لنفسه وإلى الله المصير. സൂറത്ത് ഫാത്തിറിന്റെ 18 കാണാം. ആരെങ്കിലും വിശുദ്ധി പാലിക്കുന്ന പക്ഷം തന്റെ സ്വന്തം നന്മക്കായി തന്നെയാണ് അവൻ വിശുദ്ധി പാലിക്കുന്നത്. അള്ളാഹുവിലേക്കാണ് അവന്റെ മടക്കം. തസ്കിയത്ത് സ്വന്തം നഫ്സിന് തന്നെ ഉപകാരപ്പെടുക. ഇനിയോ ഈ തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും അത് അള്ളാഹിന്റെ ഒരു ഔദാര്യാണ്, എല്ലാവർക്കും കിട്ടൂല. നമ്മൾ അള്ളാഹിനോട് ചോദിക്കണം ഈ തസ്കിയത്തിന് വേണ്ടി. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ അല്ലേ, വഅൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹാ വമൗലാഹ. പ്രാർത്ഥന ഉണ്ടല്ലോ, അവന് നിരന്തരം പ്രാർത്ഥിക്കണം. അല്ലാഹ് പറഞ്ഞെന്താ? വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദ വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ. നിങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ അനുഗ്രഹവും റഹ്മത്തും ഇല്ലാതിരുന്നെങ്കിൽ നിങ്ങളിൽ ഒരാളും തന്നെ ഒരിക്കലും പരിശുദ്ധി പ്രാപിക്കുകയില്ലായിരുന്നു. പക്ഷേ അല്ലാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് പരിശുദ്ധി ഏൽക്കുന്നു. വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ. ഹിദായത്ത് അല്ലാഹു തരുന്നതാണ്. അതുപോലെ തസ്കിയത്തും അല്ലാഹു. അപ്പൊ അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കണം, അല്ലാഹു എനിക്ക് നീ തസ്കിയത്ത് നൽകണേ. അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം.
മാത്രമല്ല, എന്തിനാണ് ഇപ്പൊ ഈ പറയണമെന്ന് അറിയോ? വിജയത്തിന്റെ കാരണമാണ് ശരിക്കും തസ്കീത്ത്. ഒരാളുടെ ദുനിയാവും ആഖിറും രക്ഷപ്പെടാൻ അയാൾക്ക് തസ്കീത്ത് ഉണ്ടാകണം. നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാം, സ്വർഗത്തെ കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ചിട്ട് സ്വർഗത്തിന്റെ മഹത്വമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് കാണാം, ജന്നത്തു അദ്നി തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വദാലിക ജസാഉ മൻ തസക്കാ വദാലിക ജസാഉ മൻ തസക്കാ. അതായത് താഴ്ഭാഗത്തുകൂടി നദികൾ ഒഴുകുന്ന സ്ഥിരവാസത്തിനുള്ള സ്വർഗത്തോപ്പുകൾ, അവരതിൽ നിത്യവാസികളായിരിക്കും. അതാണ് പരിശുദ്ധി നേടിയവർക്കുള്ള പ്രതിഫലം എന്നാണ് അവിടെ അല്ലാഹു തആല പറഞ്ഞത്. വല്ലാത്തൊരു അത്ഭുതമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. തസ്കിയത്തിന്റെ റിസൾട്ട് ഭയങ്കരമാണ്. ആ പദവി എന്ന് പറഞ്ഞാൽ, തസ്കിയത്ത് കൊണ്ട് കിട്ടുന്ന മെച്ചം എന്ന് പറഞ്ഞാൽ എന്നെന്നും വസിക്കുന്ന സ്വർഗത്തോപ്പുകളാണ്. അവരുടെ അതിലെ കൊട്ടാരങ്ങൾക്ക് താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്നു എന്നാണ്. അവരതിൽ എന്നെന്നും കഴിയുന്നവരായിരിക്കും. നേരെ മറിച്ച് അള്ളാഹുവിനെ നിഷേധിക്കുന്നതിൽ നിന്ന്, തിന്മകളിൽ അള്ളാഹുവിനെ നിഷേധിക്കുന്നതിൽ നിന്നും തിന്മകളിൽ നിന്നൊക്കെ പരിശുദ്ധി കാത്തു സൂക്ഷിച്ചവർക്കുള്ള പ്രതിഫലമാണത്. കാരണം എന്താ? അള്ള ഇഷ്ടപ്പെടാത്തതിനൊക്കെ മാറുന്നു, അള്ള ഇഷ്ടപ്പെട്ടത് മാത്രം മതിയെന്ന് തീരുമാനിച്ചവർക്ക് അള്ള കൊടുക്കുന്ന സമ്മാനമാണ്. കൊടുക്കാനായോ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അൻ ലാ أشهد أن محمد رسول الله أشهد أن محمد رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله. നമ്മൾ പറഞ്ഞത് ഖദ് അഫ്ലഹ മൻ സക്കാഹ. അപ്പൊ ആത്മസംസ്കരണം, തസ്കിയത്ത് നഫൂസ്, അത് വലിയ അനുഗ്രഹമാണ്. അതിന് നിറയെ അസ്ബാബുകളുണ്ട്. ഒരാൾക്ക് എങ്ങനെ തസ്കിയത്ത് കിട്ടുക? തസ്കിയത്ത് കിട്ടാനുള്ള കുറേ അസ്ബാബുകൾ, അതിന്റെ കാരണങ്ങൾ, വഴികൾ, മാർഗങ്ങൾ അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ, പണ്ഡിതന്മാർ വിശേഷിച്ചിട്ടുണ്ട്. തസ്കിയത്ത് ഉണ്ടായാൽ കിട്ടുന്ന സമറാത്ത്, ഫലങ്ങൾ, അതിൽ ചിലത് നമ്മൾ പറഞ്ഞു. അങ്ങനെ തസ്കിയത്തുള്ള ആളുകളുടെ ചില അലാമാത്തുകൾ, അടയാളങ്ങളുണ്ട്. അതൊക്കെ പറയേണ്ടതും പഠിക്കേണ്ടതുമാണ്. അതിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല. എന്തായാലും ഞാൻ അതിന്റെ ചില വഴികൾ മാത്രം പറയാം. നമുക്കൊക്കെ അറിയണ പല വഴികളും അതിലുള്ളത്. ഒരാൾക്ക് തസ്കിയത്ത് ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അസ്ല് തൗഹീദ് ഉണ്ടാകുക എന്നുള്ളത്. ഫിത്രത്ത് തൗഹീദിലാണ് സംരക്ഷിക്കപ്പെട്ടത്. ഫിത്രത്ത് അല്ലാഹില്ലത്തി ഫത്തറന്നാസ അലൈഹ
ലാ തബ്ദീല ലി ഖൽഖില്ല എന്ന് പറഞ്ഞാൽ ലാ തബ്ദീല ലി ദീനില്ല എന്നാണ് തൗഹീദ്. മറ്റൊന്ന് തൗബയാണ്. നിരന്തരം ഇസ്തിഗ്ഫാറും തൗബയും ഒരാൾക്ക് അയാളുടെ തസ്കിയത്തിനെ വളർത്താനും നിലനിർത്താനും കാരണമാവും. പിന്നെ ഇബാദത്തുകൾ, വിശിഷ്യ നിസ്കാരം, അതുപോലെ സദഖ, സകാത്ത്, നോമ്പ്, വിശുദ്ധ ഖുർആനിന്റെ പഠനം, പാരായണം, അതുപോലെ ദിക്ർ, സ്വലാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നുകൂടി ഉണ്ട്, ഹിസാബ്, മുഹാസബത്തുൻ നഫ്സ്, ആത്മവിചാരണ. ആത്മവിചാരണ തസ്കിയത്തിന്റെ പ്രധാനപ്പെട്ടൊരു വാതിലാണ്, കിട്ടാനുള്ളൊരു മാർഗമാണ് ആത്മവിചാരണ. ഹാസിബു ഖബല അൻ തുഹാസബു എന്ന് പറഞ്ഞല്ലോ അത്. കാരണം എന്താ, ഓരോ ദിവസം അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ വസ്ത്രം കഴുകില്ലേ, ഒന്നും കഴുകും, അതിൽ മാക്സിമം 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം, അത് കഴിഞ്ഞാൽ പിന്നെ കഴുകും. തസ്കിയത്ത് അതൊരു കഴുകലാണ്, ശുദ്ധിയാക്കലാണ്. എന്തൊക്കെ തിരുത്തേണ്ട ഒക്കെ തിരുത്തുക, വിശ്വാസം ക്രമീകരിക്കുക, കർമ്മങ്ങൾ ക്രമീകരിക്കുക, ന്യൂനതകൾ പരിഹരിക്കുക. അങ്ങനെ ഒരു റീസൈക്ലിംഗ്, ഒരു എന്താ പറയാ, നമ്മൾ കമ്പ്യൂട്ടറിൽ കൊടുക്കുക റീഫ്രഷ് എന്നൊക്കെ പറഞ്ഞ ഒരു ഫ്രഷ്നെസ് ഉണ്ടാക്കാം. അത് ശരിക്കും തസ്കിയത്ത്, മുഹാസബത്ത് നഫ്സ്. ഇതൊക്കെ ആത്മസംസ്കരണത്തിന്റെ വഴികളാണ്. ഓരോന്നും വിശദീകരിക്കാണ്ട് വിഷമക്കേണ്ട സമയമല്ല. ഇനിയോ ഈ ആയത്തോടും പറഞ്ഞ് നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. വഖദ് ഖാബ മൻ ദസ്സാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആര് ആത്മാവിനെ സംസ്കരിച്ചോ അവൻ വിജയം പ്രാപിച്ചു. വഖദ് ഖാബ മൻ ദസ്സാഹ. ആര് തന്റെ നഫ്സിനെ, ആത്മാവിനെ കളങ്കപ്പെടുത്തിയോ തീർച്ചയായും അവൻ നിർഭാഗ്യമടയുകയും ചെയ്തു, അല്ലെങ്കിൽ ദൗർഭാഗ്യവാനായി തീർന്നു, പരാജിതനായി. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്തുള്ള 2 തഫ്സീർ പറഞ്ഞത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഒന്ന് മുഖ്തസറിൽ നമ്മൾ പ്രാഥമികമായിട്ട് പഠിക്കുന്നത് വഖദ് ഖസിറ മൻ ദസ്സ നഫ്സഹു മുഖ്ഫിയൻ ഇയ്യാഹ ഫിൽ മആസി വൽ ആഥാം. തിന്മകളിലും വൃത്തികേടുകളിലും സ്വന്തം ആത്മാവിനെ മുക്കിക്കളഞ്ഞവൻ പരാജിതനാകുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. അപ്പൊ എത്ര കണ്ട് തിന്മകൾ ഉണ്ടാകണോ അത്ര കണ്ട് മനുഷ്യന്റെ നഫ്സ് മോശമായിട്ട് പോകും. വഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ കളങ്കപ്പെടുത്തിയവൻ നിർഭാഗ്യവാനായി എന്ന് പറഞ്ഞാൽ ഇമാം സഅദി റഹ്മഹുല്ലാഹ് പറയാണ്, ഐ അഖ്ഫ നഫ്സഹുൽ കരീമ അല്ലതി ലൈസത് ഹഖീഖതൻ ബിഖംഇഹാ വഇഖ്ഫാഇഹാ ബിത്തദന്നുസി ബിർറദാഇൽ വദ്ദുനൂവി മിനൽ ഗുയൂബ് വദ്ദുനൂബ് വതർകി മാ യുകമ്മിലുഹാ വയുനമ്മിഹാ വസ്തിഅമാലു മാ യശീനുഹാ വയുതസ്സിഹാ. അടിച്ചമർത്താനും മലിനമാക്കാനും പാടില്ലാത്ത പരിശുദ്ധമായ മനസ്സിനെ മോശമായ കാര്യങ്ങളെ കൊണ്ടും കുറ്റങ്ങളും കുറവുകളും ചേർത്തും, അതായത് എല്ലാ തമ്മാടിത്തും അതിനെ മോശമായ രീതിയിൽ പരിപോഷിപ്പിക്കുകയും പുരോഗതിപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടും മോശവും മലിനവുമായ അതിനെ നന്നാക്കാനും പുരോഗതിപ്പെടുത്താനും പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഖൈറായ ദീനിയായ കാര്യങ്ങൾ. അതൊക്കെ ഉപേക്ഷിച്ചിട്ട് വളരെ മോശമായ മലിനമായ കാര്യങ്ങൾ ചെയ്തും അതിനെ കളങ്കപ്പെടുത്തരുത് എന്നർത്ഥം. അതായത് നന്മ കൊണ്ടാകാണ് മനസ്സിനെ ശുദ്ധീകരിക്കേണ്ടത്, തിന്മ മനസ്സിനെ കളങ്കപ്പെടുത്തുമെന്നതാണ്. അത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയ ഒരു ഹക്ക് തന്നെയാണ്. ആ വിഷയം ഗൗരവത്തോടുകൂടി മനസ്സിലാക്കുക. അപ്പോൾ ആര് തന്റെ നഫ്സിനെ ശുദ്ധീകരിച്ചോ അവൻ വിജയം പ്രാപിച്ചു. ആര് തന്റെ നഫ്സിനെ കളങ്കപ്പെടുത്തിയോ അവൻ പരാജയപ്പെട്ടു. തൗഹീദും അവിടുന്ന് അങ്ങോട്ടുള്ള അമലുകളും മനുഷ്യന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നു. ശിർക്കും ബിദ്അത്തുകളും അതുപോലെ ഹറാമുകളും മനുഷ്യന്റെ മനസ്സിനെ ദുഷിപ്പിക്കുന്നു, അവനെ വൃത്തികേടിലേക്ക് നയിക്കുന്നു. അതുവഴി ദുനിയാവ് ആഖിറ നഷ്ടപ്പെടുന്നു. വല്ലാഹു തആല അഅലം. നമ്മൾ ഇൻഷാ അല്ലാഹ് തൽക്കാലം ഇവിടെ നിർത്താൻ. ബാക്കി ഇതിന്റെ ശേഷം വരുന്നത് പ്രധാനപ്പെട്ട ചില പൂർവികരായ ഗോത്രത്തെ സംബന്ധിച്ചുള്ള ചർച്ച. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലാക്കാം. ഇതിന് നമ്മൾ കുറേ വിശദീകരണങ്ങൾ ഒഴിവാക്കിയതാണ്. എനിക്ക് തോന്നുകയാണ് നിങ്ങൾക്കത് അത്ര ലളിതാക്കിയിട്ട് ഞാൻ നിങ്ങളോട് പറയണത്. അങ്ങനെ പറയുമ്പോൾ എന്താ വെച്ചാൽ മനസ്സിലാകണില്ലേന്ന് തോന്നിയോണ്ടാണ് വളരെ ലളിതാക്കിയിട്ട് പറയണത്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് നിങ്ങളൊന്ന് ആത്മാർത്ഥത്തോടു കൂടി ഒന്ന് ഇരുന്നാൽ, ഒന്ന് ശ്രദ്ധിച്ചാൽ അല്ലാഹു തആല എളുപ്പാക്കി തരും. റബ്ബ് അവന്റെ കിതാബിലും തിരുസുന്നത്തിലും ശർഈയായ ഇൽമിൽ അല്ലാഹു തആല നമുക്ക് സിയാദത്തും അതിൽ ബറക്കത്തും ഒക്കെ അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്കൊന്ന് ഓതിയിട്ട് അവസാനിപ്പിക്കല്ലേ? ഓതിക്കൂടെ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
بسم الله الرحمن الرحيم والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. ما شاء الله، بارك الله فيكم جميعا. اللهم ارحمنا بالقرآن، اللهم ارحمنا بالقرآن، اللهم ارحمنا بالقرآن. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد. كفارة المجلس: سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.